സാധാരണഗതിയിൽ 4 സ്റ്റേജുകളായിട്ടാണ് പറയാം. 4 സ്റ്റേജ് മാത്രമല്ല, എല്ലാ അസുഖങ്ങൾക്കും 5 സ്റ്റേജുള്ള വിൽംസ് ട്യൂമർ ഉണ്ട്, അല്ലെങ്കിൽ 3 സ്റ്റേജ് മാത്രമുള്ള ടെസ്റ്റിക്കുലർ ക്യാൻസർ ഉണ്ട്, 2 സ്റ്റേജ് മാത്രമുള്ള ചില തൈറോയ്ഡ് ക്യാൻസർ ഉണ്ട്. പക്ഷേ പൊതുവെ 4 സ്റ്റേജുകളാണ്. അസുഖം ആ ഓർഗനിൽ തന്നെയുള്ള ചെറിയ അസുഖമാണെങ്കിൽ സ്റ്റേജ് 1 എന്ന് പറയും. സത്യത്തിൽ ഒരു സ്റ്റേജ് 0 കൂടിയുണ്ട്. ഈ ക്യാൻസർ ആവുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇൻസിറ്റു സ്റ്റേജ് വരും, അതിന് സ്റ്റേജ് 0 ഉണ്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിലും കോളൻ ക്യാൻസറിലും ഒക്കെ നമ്മളത് പറയാം. അപ്പോൾ സ്റ്റേജ് 0, സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ ക്യാൻസർ ഉണ്ട്, പക്ഷേ ആ ഓർഗനിൽ മാത്രം ചെറിയൊരു ക്യാൻസർ ആണ്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ആ ഓർഗനിൽ മാത്രമാണ്, പക്ഷെ അത് കുറച്ച് വലുതായിട്ടുണ്ട്. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ആ ഓർഗനിൽ അത് മാറിയിട്ട് അടുത്തുള്ള കഴലുകളിലേക്ക്, ലിംഫ് നോഡിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്റ്റേജ് 3. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊക്കെ മാറി വേറെ ഓർഗൻസിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റിനുള്ളത് ബോണിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞു. അതാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. എപ്പോഴും ഈ രീതിയിലല്ല, ഇതൊരു ബേസിക് ഐഡിയ മാത്രമാണ്. ഇതല്ലാതെ തന്നെ ട്യൂമർ മാർക്കേഴ്സ് ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ചിലപ്പം കഴലുകളിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേജ് 2 ആവുന്നതുണ്ട്. അങ്ങനെയൊക്കെ പല ടൈപ്പും ഉണ്ട്. ബട്ട് ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഇതിൽ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ഈ ക്യൂറേറ്റീവ്, ഇത് മാറാനുള്ള സാധ്യത വളരെ കുറയും. ഓരോ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ചും അസുഖം മാറാനുള്ള സാധ്യത കുറയും, അത് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടും. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം.